മൂർത്തി ജ്വല്ലറി തകർന്നു താൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ അങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ടോ? എന്റെ കാരണന്മാരെ കേൾപ്പിച്ചിട്ടുണ്ടോ? നിന്റെ കാരണത്തെ ഞാൻ അടിച്ചു, എന്നാൽ നിന്റെ പ്രവൃത്തി കാരണം എന്റെ ഹൃദയം കീറി മുറിഞ്ഞിരിക്കുക. അതെ, ഒരു മഹാരോഗം എന്നെ കീഴ്പ്പെടുത്തിയിട്ട് എന്നെ കൊണ്ടുപോകാത്തതിൽ ദൈവങ്ങളെ ഞാൻ ക്ഷമിക്കുക. അത്യാഗ്രഹവും സ്വാർത്ഥതയും ഒത്തുമില്ല എനിക്ക്. പക്ഷേ എനിക്ക് ചെങ്കോലും കിരീടവും കൈമാറുമ്പോ എന്റെ കാരണന്മാർ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്നെങ്കിലും ഒരിക്കൽ പത്രമാറ്റ സ്വർണം കൊടുത്തിട്ടും ബിസിനസ് തകർന്നാൽ അവിടെ പണി വെച്ചൊഴിയണം, എന്നിട്ട് ഭദ്രമായ കൈകളിൽ അത് ഏൽപ്പിക്കണം. ഞാൻ MD ആയിരിക്കുമ്പോ ജ്വല്ലറി താഴേക്ക് പോയതുകൊണ്ടല്ല ആ അധികാരം നിന്നെ ഏൽപ്പിച്ചത്. നീ എന്നെക്കാളും കഴിവുള്ളവനാണെന്ന തിരിച്ചറിവാണ് എന്നെ കൊണ്ട് അത് ചെയ്യിച്ചത്. എന്തിനാണ് അച്ഛനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്? നിന്നോട് പലതവണ പറഞ്ഞാലടാ മുന്നിലും പിന്നിലും നിനക്ക് ശത്രുക്കളുണ്ടെന്ന്. എന്നിട്ടും ഇത്ര നിസ്സാരമായിട്ട് വീഴ്ത്തേണ്ടവൻ നിന്നെ വീഴ്ത്തിക്കണമല്ലോ. എല്ലാരും കൂടി അവനെങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? കുറ്റപ്പെടുത്തുന്നതിൽ എന്താ കുഴപ്പം മുത്തശ്ശി? മുത്തശ്ശൻ പറയുന്നതെല്ലാം 100% സത്യസന്ധമായ കാര്യങ്ങളാ. അപ്പൊ ആദർശേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ നീ എന്തിനാ കയറുന്നത്? പറയേണ്ടത് പറയണം. ഇങ്ങനെ ഭയന്ന് മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്ന് മുത്തശ്ശിക്കറിയോ? ശാപോ, രാക്ക, തളർന്നു കിടക്കുന്ന അനഘ എന്ന പെൺകുട്ടിയുടെ. നിർത്തടി. അനഘ ശപിച്ചാല് രാഗിയാല് അത് ഏൽക്കുന്നത് ആർക്കാണെന്ന് നിനക്കറിയോ? അമ്മേ വേണ്ട, എനിക്ക് വേണ്ടി അമ്മ വാദിക്കണ്ട. ഒന്നും പറയാൻ വേണ്ട. കുടുംബത്തിനകത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോ അത് വഷളാക്കല്ല വേണ്ടത്, മറിച്ച് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒന്നിച്ചു നിന്ന് വ്യക്തമായ തീരുമാനം എടുക്കണം. ഇങ്ങനൊരു സാഹചര്യം എന്റെ മുത്തച്ഛനോ അച്ഛനോ ഇളയച്ചനോ വന്ന എനിക്കറിയാം, ഉറപ്പായിട്ടും മൂർത്തിസ് ഗ്രൂപ്പിന്റെ MD എന്ന പദവി അവർ ആ നിമിഷം രാജിവെച്ചിരിക്കും. അത് എനിക്കും ബാധകം. മുത്തച്ഛനും അച്ഛനും ഇളയച്ചനും നമ്മുടെ കമ്പനിയുടെ MD ആവാൻ ആർക്കാണ് യോഗ്യത അവരെ ആ സ്ഥാനം ഏൽപ്പിക്കണം. അതൊരു വലിയ ത്യാഗമൊന്നുമല്ല, വിജയിച്ചവന് മാത്രം അവകാശമുള്ള ഒരു കസേരയാണത്. ഈ അനന്തപുരി തറവാട്ടിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. കമ്പനി താഴേക്ക് പോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കമ്പനിയെ നയിക്കുന്നവർക്ക് തന്നെയായിരിക്കും. അവരെല്ലാവരും സ്വയം വെച്ചൊഴിഞ്ഞു പോകണം. കള്ളക്കടത്ത് സ്വർണ്ണം മൂർത്തി ജ്വല്ലറി വഴി വിറ്റപ്പോ ഇവന് നീ തരം താഴ്ത്തി. എന്നാ നിന്റെ അനിയൻ അവൻ അധികാരം കിട്ടിയപ്പോ എന്താ ചെയ്തെന്നറിയാലോ? ഇവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയാ ചെയ്തത്. അതാണ് കമ്പനിയുടെ നയം. പിന്നെ വെച്ച് പൊറപ്പിക്കൽ ആരെയും. മുത്തച്ഛ, എന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ട് എന്റെ സ്ഥാനം രാജിവെക്കാൻ ഉറച്ചു തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സുരക്ഷിതമായ അർഹതയുള്ള കൈകളിലേക്ക് അധികാരം കൈമാറിക്കും. ഞാനിനി എന്തായാലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ലേ. ഒരു അവസരം കൂടി അവന് കൊടുക്കാനും വെച്ചാ. മിണ്ടരുത്. അച്ഛൻ ഇത്രയും സംസാരിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ മകനെന്ന സ്വാർത്ഥത ഇവിടെ കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നാളിതുവരെ അച്ഛനും അച്ഛന്റെ കാരണവന്മാരും പിന്തുടർന്നു പോന്നിരുന്ന നയങ്ങൾക്കാ മാറ്റം വരുന്നത്. ഏട്ടത്തി, ഇവിടെ അച്ഛൻ പറയുന്നതിന് മുൻതൂക്കം കൊടുക്കണം. അല്ലെങ്കിലും അമ്മായി സ്വന്തം മോനെ എന്ത് തെറ്റ് ചെയ്താലും മറ്റമ്മമാരെ ന്യായീകരിക്കുന്നേക്കാൾ കൂടുതലേ ന്യായീകരിക്കും. നീ മിണ്ടരുത്. ഇനി മിണ്ടിയാ ഇപ്പൊ ആദർശ് ഒരുങ്ങിയതിനേക്കാളും നയനമോൾ ഒരുങ്ങിയതിനേക്കാളും കൂടുതൽ നീ നിന്ന് കത്തും. അതിനുള്ള അവസരം നീ ഉണ്ടാക്കരുത്. എന്നാലും എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇങ്ങനെ തന്നെയാമേ സംഭവിക്കേണ്ടത്. ഇപ്പോഴാണ് അനന്തപുരി തറവാട്ടിലെ എല്ലാവരും തുല്യരാണെന്നൊരു തോന്നലുണ്ടായത്. ഇതുവരെ മുത്തശ്ശൻ പോലും ഒരു പക്ഷം ചേർന്ന് പോകുന്നു എന്നൊരു തോന്നലായിരുന്നു. അത് ഇന്നത്തോടെ മാറിക്കിട്ടി. പക്ഷെ എന്നാലും ഷെയറൊക്കെ തലകുത്തനെ ഇടിഞ്ഞപ്പോഴേ അച്ഛനുണ്ടാകുന്ന മനപ്രയാസം ഞങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നീ ഇനി എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കണ്ട. നീയൊക്കെ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നല്ലോ. എത്രയും പെട്ടെന്ന് മൂർത്തീസ് ഗ്രൂപ്പിന് പുതിയ MD കണ്ടെത്തണം. വീട്ടിനകത്തുനിന്നാണെങ്കിൽ അങ്ങനെ, അല്ല പുറത്തുനിന്നാണെങ്കിൽ അതും ആലോചിക്കണം. എന്തായാലും കമ്പനി ഇനി താഴേക്ക് പോകാൻ പാടില്ല. ആദർശേട്ടാ, എനിക്ക് മനസ്സിലായി മുത്തശ്ശൻ പറഞ്ഞതൊക്കെ. ആദർശേട്ടന് വിഷമായെന്ന്. മുത്തച്ഛനെ കുറ്റം പറയാൻ പറ്റൂ? ഈ ലോകത്ത് ദൈവം കഴിഞ്ഞ മുത്തച്ഛൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് എന്നെയാ. ആ വിശ്വാസം ഞാൻ ഇല്ലാതാക്കിയത്. അതൊന്നും കാര്യമാക്കണ്ട. ആദർശേട്ടൻ അധികാരം ഒഴിഞ്ഞല്ലോ. സ്വന്തം വീഴ്ച തിരിച്ചറിഞ്ഞിട്ട് MD സ്ഥാനം രാജിവെച്ചല്ലോ. എനിക്ക് നിന്നോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആദർശേട്ടൻ പറഞ്ഞു. ഇവിടെ വെച്ചല്ല, നീ എന്റെ ഒപ്പം ഒന്ന് പുറത്തേക്ക് വരണം. എന്താ ആദർശേട്ടാ? ആദർശേട്ടന്റെ മട്ടുഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. നീ പറഞ്ഞില്ലേ മുത്തച്ഛൻ പറഞ്ഞൊക്കെ കേട്ട് എനിക്ക് വിഷമായിന്ന്. അത് ശരിയാ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. എന്താ ആദർശേട്ടൻ പറയാൻ പോകുന്നത്? എന്താന്ന് ഞാൻ പറയാം. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ പോയി കഴിച്ചിട്ട് വാ. എനിക്ക് വിശപ്പില്ല ആദർശേട്ടാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് വിശന്നില്ലെങ്കിലും ആഹാരം കഴിക്കണം. ആദർശേട്ടൻ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ വരാം, നീ ചെല്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്കൊപ്പം വരണം. വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ മൂർത്തിസ് ജ്വല്ലറിയിൽ ആദർശില്ല. അവനായിരുന്നു ആ കമ്പനിയുടെ ബാക്ക് ബോൺ. അതുകൊണ്ട് ഇനി തകർച്ച പൂർണ്ണമാകും. അനന്തമൂർത്തിയുടെ സ്വഭാവത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? ബിസിനസിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്ന രീതി അയാൾക്കില്ല. അയാൾ പക്കാ പ്രൊഫഷണലാണ്. പിന്നെ ദുബായിലെ ബിസിനസ് തകർന്നപ്പോ ആദർശ് ആയതുകൊണ്ട് മാത്രമാണ് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാതിരുന്നത്. പിന്നെ ദുബായിലെ ബിസിനസ് നോക്കുന്നത് അവനായിരുന്നില്ല. അതിന്റെ ഒരു പരിഗണന കൂടി അവന് കിട്ടി. എന്നാ ഇവിടെ അങ്ങനല്ല. മുംബൈയിലെ ഡീൽ ഉറപ്പിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും അനന്തമൂർത്തിയായിട്ട് തന്നെ ചെയ്തതാ. ഇനിയിപ്പോ ആ ഡീലിൽ പങ്കെടുത്ത ശേഷം അവൻ പരാജയപ്പെട്ടെങ്കിൽ പോലും മൂർത്തി ക്ഷമിച്ചനെ. പക്ഷേ ഇവിടെ അവൻ ഡീല് നടക്കുന്ന സമയത്ത് ഹാളിൽ പോലും എത്തിയില്ല. അത് മൂർത്തി ഒരിക്കലും സഹിക്കില്ല. പക്ഷേ മുത്തശ്ശൻ ബുദ്ധിമാന്. നേരത്തെ തന്നെ ആദർശേട്ടനോട് പറയുന്നുണ്ടായിരുന്നു കമ്പനിക്കിപ്പോ ഒരു പ്രധാന ശത്രു ഉണ്ടെന്ന്. കമ്പനിക്ക് മാത്രമല്ല അനന്തപുരി തറവാടിനെയും തകർക്കാനായിട്ട് ആരോ അവതരിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അയാൾക്കതറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പിന്നിൽ നിന്ന് കളിക്കുന്നത്. ഡേവിഡ് MD ആയതുകൊണ്ട് ഒരാൾക്ക് പോലും അറിയില്ല എന്റെ സ്വന്തമാണ് ഏൻ ജുവലറി എന്ന്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫിന് പോലും. ഇപ്പൊ ഡേവിഡിന് കൂടാതെ അതറിയാവുന്ന ഒരേ ഒരാൾ മോള് മാത്രം. അഭിക്കും അവന്റെ അമ്മയ്ക്കും ഒന്നും ഇതറിയില്ല. അഭിയേട്ടൻ ഇത് അറിയുമ്പോ വലിയ സന്തോഷാവും. ഒരു കാരണവശാലും മോൾ ഇത് അവനോട് പറയരുത്. പിന്നെ മോളുടെ അമ്മയുടെ സ്വഭാവത്തെ കുറിച്ച് മോൾക്കറിയാൽ. എനിക്ക് 10 കാശുണ്ടെന്ന് അറിഞ്ഞാ അവൾ ഇങ്ങോട്ടങ്ങ് ചായും. ഒരു സമയത്ത് അവൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മക്കളെയും കൊണ്ട് എനിക്കൊപ്പം ഇറങ്ങാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, അവളുടെ സ്വാർത്ഥത കൊണ്ട്. അങ്ങനെ ഇറങ്ങാതിരുന്നത് നന്നായില്ലേ അച്ഛാ? അന്ന് ഞങ്ങളും അച്ഛനൊപ്പം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ
അച്ഛൻ ഇതൊക്കെ വെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഭാര്യയും മക്കളും കൂടെ ഉള്ളപ്പോ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അത് ശരിയാണോ? പക്ഷേ അച്ഛന്റെ മടങ്ങി വരവ് ഒരു ചെറിയ മടങ്ങി വരവല്ല. അത് അനന്തമൂർത്തിയുടെയും മൂർത്തിസ് ജുവലറിയുടെയും അസ്ഥിവാരം തോണ്ടിക്കൊണ്ടാണ്. മുത്തശ്ശൻ യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാ ഇന്ന് ആദർശനോട് സംസാരിച്ച്. അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് MD സ്ഥാനം വേണ്ടെന്ന് വെച്ചത്. ഇനിയിപ്പോ ആരെയാണ് ഭരണമേൽപ്പിക്കാൻ പോകുന്നത്? മിക്കവാറും അനിയായിരിക്കും. അവൻ ആദർശനെ പോലെ ജയനെ പോലെയോ ജുവലറി നയിക്കാൻ പ്രാപ്തനല്ല. ഇനി ആദർശ് വീണ്ടും ജുവലറിയിൽ തിരിച്ചു കയറുന്നതിന് മുമ്പ് നമ്മൾ ആ ജുവലറി തകർത്തിരിക്കും. കോടികൾ ലാഭമുള്ള ആ ജുവലറിയെ ഞാൻ കടക്കണിയിലാക്കുമോളെ. അനന്തപുരി തറവാട് വിൽക്കാൻ പാകത്തിൽ കടം പെരുകും അനന്തമൂർത്തി. എന്നിട്ട് അയാളും സ്വന്തക്കാരുമായിട്ട് വീട് വിട്ടു പോകുന്ന സമയത്തെ ഞാൻ ആ ഗേറ്റ് കടന്ന് അകത്ത് കയറും. അവിടെ എന്തായിന്ന് അറിഞ്ഞില്ലല്ലോ കനകെ. ഗോവിന്ദേട്ടാ, അനന്തപുരി തറവാട് ഇപ്പൊ ഒരു മരണവീടായി കാണും. മോളെ അങ്ങോട്ടൊന്ന് വിളിച്ചേ. വിളിച്ചിട്ട് എന്ത് പറയാനാമേ? എന്നാൽ ആദർശ് വന്ന ശേഷം എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയാലോ. ശരി, നയനേച്ചി വിളിക്കാം. ഹലോ മോളെ, ചേച്ചി എന്തായി? ഇവിടെ എല്ലാരും വലിയ വിഷമത്തില. ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചു. അയ്യോ, രാജിവെച്ചോ? മുത്തശ്ശന്റെ ഭാഗത്തുനിന്ന് അതുപോലെ വിമർശനം ഉണ്ടായി. അതുകൊണ്ടാ അങ്ങനെ ഒരു തീരുമാനം എടുത്ത്. വല്ലാത്തൊരു തകർച്ച തന്നെയാ മോളെ. എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ട പോലെ ഇപ്പൊ നടക്കുന്നത്. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താ മോളെ? ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചു. അയ്യോ, എനിക്കറിയാമായിരുന്നു ആദർശ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന്. ഇനി എടുത്തില്ലെങ്കിൽ തന്നെ മൂർത്തി സാർ ചിലപ്പോ പറയും MD സ്ഥാനം ഒഴിയാൻ. അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണല്ലോ. ബിസിനസ്സും ബന്ധങ്ങളും തമ്മിൽ അദ്ദേഹം ഒരിക്കലും കൂട്ടിക്കുറക്കില്ല. എന്നാലും ആദർശമോനേക്കാളും മിടുക്കനായ ഒരാളെ ഇനി ആ സ്ഥാനത്തേക്ക് കിട്ടുമോ ഗോവിന്ദേട്ടാ? ആദർശന്റെ അച്ഛനേക്കാളും ഇളയച്ചനേക്കാളും വിശ്വാസമായിരുന്നു ആദർശന് മൂർത്തി സാറിന്. അദ്ദേഹത്തിന് പക്ഷേ മൂർത്തിസ് ജ്വല്ലറി താഴേക്ക് പോകുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഏതോ ഒരു ശത്രു പിന്നാലെ ഉള്ളതുകൊണ്ട് ഒരുപാട് സൂക്ഷിക്കണമെന്നൊക്കെ നേരത്തെ മുത്തശ്ശൻ ആദർശന് വാർണിംഗ് കൊടുത്തതാ. മുംബൈയിലെ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഡീല് നടക്കുന്ന സ്ഥലത്ത് ഭാഗ്യക്കേട് കൊണ്ട് ആദർശേട്ടന് സമയത്ത് എത്താൻ പറ്റിയില്ലല്ലോ അച്ഛാ. അന്ന് ദുബായി പോയപ്പോ തന്നെ ആദർശ് ഒറ്റയ്ക്ക് പോയത് ശരിയായില്ല. അവിടെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഉറപ്പായിട്ടും മുംബൈക്ക് പോയപ്പോ ആരെങ്കിലും ആദർശിന്റെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. ആദർശിന്റെ അച്ഛനോ ഇളയച്ചനോ ആരെങ്കിലും. അവരൊക്കെ കൂടെ പോയാലും റിസൾട്ട് ഇതന്നെ ആയിരിക്കും. അവരും ജ്യൂസ് കുടിക്കും, ഇതുപോലെ കിടന്നുറങ്ങും. എന്നാലും വല്ലാത്തൊരു വൃത്തികെട്ട കളിയാണല്ലോ മോളെ എല്ലാരും കൂടെ കളിച്ചത്. ഇതിന് പിന്നിൽ AN ജ്വല്ലറിയാ. കള്ളക്കടത്ത് സ്വർണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് ജ്വല്ലറി തുടങ്ങിയതുപോലുണ്ട്. അല്ലെങ്കിൽ തന്നെ 0% പണിക്കൂലിയിലൊന്നും ശുദ്ധമായ സ്വർണം വിൽക്കാനൊന്നും പറ്റില്ല. അവിടെ ഇപ്പൊ തിരക്കോടെ തിരക്കാന്നാ പറയുന്നത്. ഇപ്പൊ കണ്ണായ സ്ഥലത്ത് ഒറ്റ ജ്വല്ലറി മാത്രമേ ഉള്ളൂ ഈ നഗരത്തില്. ഇനി മുനിസിപ്പൽ ഏരിയയിലും തുടങ്ങാനാ പ്ലാൻ. ഇപ്പൊ തന്നെ ഭയങ്കര പേരാ. സ്വർണത്തിന് തീ പിടിച്ച വിലയുള്ള ഈ സമയത്തെ പണിക്കൂലിയൊക്കെ കുറഞ്ഞു കിട്ടാന്ന് പറഞ്ഞാ കല്യാണം നടക്കാൻ പോകുന്ന വീട്ടുകാരൊക്കെ ഇടിച്ചു കയറത്തില്ലേ? മൂർത്തിസ് ജ്വല്ലറിയുടെ തകർച്ച തുടങ്ങി. എന്ത് ചെയ്യാനാ? ഗേറ്റിനകത്ത് തന്നെ കമ്പനി തകരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അഭി പുറത്തായതോടെ ജലജ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടന്നു കാണും. അവരുടെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നെങ്കിൽ അവർക്ക് ഈ തിരിച്ചടി ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. അതിലൊന്നും കാര്യമില്ലമ്മേ. മൂർത്തി മുത്തശ്ശൻ ചിന്തിക്കുന്നത് പോലെ അനന്തപുരി തറവാടിനെയും ജ്വല്ലറിയും തകർക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ആ ശത്രു ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ അവരുടെ നീക്കങ്ങളെ തകർക്കാൻ പറ്റൂ. ആദർശേട്ടൻ മാതൃകാപരമായിട്ടുള്ള തീരുമാനം തന്നെ എടുത്തത്. ആദർശേട്ടന് വീഴ്ചയുണ്ടായപ്പോ ജോലിയിൽ നിന്ന് പുറത്തുപോയി. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അച്ഛാ, വാ മോളെ ഇരിക്ക്. മോളെ ആദർശ് MD സ്ഥാനം രാജിവെച്ചു. മൂർത്തീസ് ജുവല്ലറിയുടെയും അനന്തപുരി തറവാടിന്റെയും തകർച്ച തുടങ്ങി. അല്ല, അച്ഛനെങ്ങനെ അറിഞ്ഞു? അവൻ വിളിച്ചിരുന്നു അഭി. മാത്രമല്ല ആ AN ജ്വല്ലറി ഡീൽ ഉറപ്പിച്ച വാർത്തയാണ് ഇപ്പൊ മിക്ക ഓൺലൈൻ ചാനലിലും വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇത്തരം വാർത്തകളൊന്നും അത്ര വൈറലാകാറില്ല. പക്ഷേ ഇത് അതുപോലൊന്നുമല്ല. ആരോ പിന്നിൽ നിന്ന് ഇതിൽ കളിക്കുന്നു. പല ഓൺലൈൻ മാധ്യമങ്ങളും വലിയ വാർത്താ പ്രാധാന്യമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും മൂത്ത കൊച്ചുമോനെ പടിയിറക്കി വിടത്തില്ലായിരുന്നല്ലോ കാരണവര്. മോളെ ഇവിടെ ബിസിനസ്സാണ്. അവിടെ ബന്ധവും സ്വന്തവും നോക്കിയിട്ട് കാര്യമില്ല. സർ, ഒരു കോഫി എടുത്തോ. ഓക്കെ സർ. ആദർശ് ദുബായിൽ ജയിലാണെന്ന് കരുതി നമ്മളിവിടെ കേക്ക് മുറിച്ചതാ. ഇവിടെയും അതുകൊണ്ട് അവി മൂർത്തീസ് ജുവലറി ഉടൻ തകരുമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനത് അത്ര വിശ്വാസത്തിലെടുത്തില്ല. പിന്നെ മൊബൈൽ തുറന്ന് നോക്കിയപ്പോഴാണ് സംഗതി ശരിയാണെന്ന് മനസ്സിലായത്. എന്നാലും ഈ രാത്രി തന്നെ ഇതെങ്ങനെ വാർത്തയായത്? എന്നോട് പറഞ്ഞതുപോലെ അഭിയായിരിക്കും ഇത് പലയിടത്തും വിളിച്ചു പറഞ്ഞത്. അത് മാത്രമല്ല മൂർത്തീസ് ജുവലറിക്കെതിരെ കളിക്കുന്നവര് ഇന്നത്തെ ഡീല് കഴിഞ്ഞപ്പോ തന്നെ സംഗതി ഫ്ലാഷ് ആക്കിയിരിക്കുമല്ലോ. ഇനിയിപ്പോ അവനായിരിക്കും MD അനി. ആദർശിന്റെ പകുതി കഴിവുപോലില്ലാത്തവൻ അവൻ എങ്ങനെയാണ് MD ആകുക? പിന്നെ അവൻ MD ആകുകയാണെങ്കിലേ നീ വലിയ ബുദ്ധിമോശമാ കാണിച്ചത്. മൂർത്തീസ് ജുവലറിയുടെ MDയുടെ ഭാര്യയാണെന്ന് പറഞ്ഞാലേ അത് ചില്ലറ കളിയല്ല. അച്ഛൻ ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. ഞങ്ങളുടെ കേസ് കോടതി കിടക്കുക. അവൻ MD ആണെങ്കിലേ അതിനനുസരിച്ചുള്ള ഒരു കോമ്പൻസേഷൻ എനിക്ക് കിട്ടുമെന്ന് ഇനി നോക്കണ്ടേ. അങ്ങനെ കിട്ടുവാണെങ്കിലേ നിന്റെ 4 തലമുറയ്ക്ക് കഴിയാനുള്ള പൈസ അത്രയ്ക്കൊന്നും വിട്ടുകളിക്കുന്ന കൂട്ടത്തിലല്ല അനന്തമൂർത്തി. പിന്നെ ഇപ്പൊ മൊത്തത്തിലൊരു താളം തെറ്റലുണ്ട് ആ കുടുംബത്തില്. അത് വച്ചിട്ട് മുതലാക്കാൻ നോക്കിയാ ചിലപ്പോ വല്ലതും നടന്നേ.